പിന്നെ പുതിയ നൈറ്റിയിലാണ് കൂടുതൽ സുന്ദരിയെ എല്ലാ നൈറ്റും ഇത് തന്നെയാ എല്ലാത്തിലും. അടുക്കള ഒന്ന് ഒതുക്കണ പരിപാടിയായിരുന്നു. എന്തൊക്കെ ഒതുക്കിയെന്ന് അത് ഒന്നും ഒതുക്കിയിട്ടില്ല, ഒക്കെ അങ്ങനെ പരത്തി വെച്ചേക്കാ. അപ്പോഴേക്കും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങള് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവര് വന്നിട്ട് ഇവരുടെ ഇഷ്ടം എന്തോ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുക. ഉച്ചക്കേൽക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. എന്തൊക്കെ സ്പെഷ്യൽ ഉച്ചക്കേൽക്ക് മീൻ വറുക്കാനുണ്ട്, പരിപ്പും കുമ്പളങ്ങയും തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, ബീട്രൂട്ടും ക്യാരറ്റും പയറും കൂടിയിട്ട് ഒലത്തി വെച്ചിട്ടുണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടി അച്ചാറ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവര് വന്നിട്ട് ഇവരുടെ ഇഷ്ടം എന്തോ അത് ചെയ്യാന്ന് വെച്ചാണ്. മേരി മാർഗരറ്റ് ഇതിൽ എന്ത് കഴിക്കാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്? ഓഫ് കോഴ്സ് മീൻ. ഗൈസ്, പിന്നെ പുതിയൊരു അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈദൽ വാവ നടന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ഓടുമെന്നാ പറയണേ. ഓടി തുടങ്ങി. അത് കുറച്ച് ഓടും, അവള് ദേ അവിടെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്നോണ്ട് അവൾക്ക് ഉന്തണ വണ്ടി ഒന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റണില്ല. ആ വണ്ടി അടക്കം അവള് മറിഞ്ഞു വീഴും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ അമ്മ ഇവിടെ ഉണ്ട്, മുന്നും ഡിജിയും വാവിയും വന്നിട്ടില്ല. അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. എന്റെ പുതിയ ലുക്കാണ് ഗൈസ്. എനിക്കറിയാം അതിമനോഹരമാണെന്ന്. ആരും കമന്റ് ഇടണ്ട ഇതിനെ കുറിച്ച്. ഇനി ഇത് മുളയ്ക്കുമെന്ന സംശയം. എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ ആരംഭിക്കാം കേട്ടോ. ഭയങ്കര രസമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഹോംലി മീൽസിലേക്ക് സ്വാഗതം. നമ്മൾ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. മേരി മാർഗരറ്റ് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ മറക്കണോ, ഇവിടെ ഒതുക്കണോ, ഇവിടെ ഒതുക്കല് കാലത്തോടെ ഞാവൽപ്പഴം ഉണ്ട്, ഒപ്പം മംഗോസ്റ്റിൻ ഉണ്ട്. മംഗോസ്റ്റിൻ ഭയങ്കര രസമായിട്ട് കഴിക്കാനായിട്ട്. ഇവയ്ക്ക് പക്ഷെ ഞാവൽപ്പഴം ഇഷ്ടം അല്ല, എനിക്ക് മംഗോസ്റ്റിൻ ഇഷ്ടം. ഇത് ഇവയുടെ സ്പെഷ്യൽ സംഭവം. അത് സോയയാണ്. അതിനുവേണ്ടിയുള്ള മസാലകൾ ഇവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ വന്നിട്ട് നമ്മുടെ മീൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മീൻ കറിയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയായിട്ട് നമ്മുടെ ഉച്ചക്കലത്തെ പരിപാടികൾ നടക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോണു. മീൻ കറി, പരിപ്പ് കറി, ഫിഷ് ഫ്രൈ, ബീട്രൂട്ട്, സോയ ചങ്ക്സ് അവിടെ ഉണ്ട്. അത് രാത്രിക്ക് എടുക്കാം. ചോറ്, പപ്പടം. മോനെ വിഭവസമൃദ്ധമായ സദ്യ. ഗൈസ്, അങ്ങനെ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മേരി മാർഗരറ്റ് ചെറിയൊരു കഷ്ണത്തിൽ നിന്ന് കഴിച്ചു. അഭിപ്രായം കേൾക്കാൻ വേണ്ടി മിസ് ബീന ഇവിടെ ഇരിപ്പുണ്ട്. അടിപൊളി അമ്മേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, അപ്പൊ നമ്മുടെ 4 മണി പലഹാര പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി മുന്നും ഡിജിയും വരുന്നതായിരിക്കും. അവർ വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ കാണാൻ. ഗൈസ്, ഒരു സർപ്രൈസ് ആൾ എന്റെ കയ്യിലുണ്ട്. ആരാ? മുന്നോക്കെ എത്തി. വല്യപ്പൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഇവര് വന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അജയ് സ്റ്റീഫൻ ഓൺ ഡ്യൂട്ടി ആയിരുന്നു. അൺബോക്സ് ചെയ്തുള്ളൂ. നിന്റെ മുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങിട്ടോ. എനിക്ക് വേണ്ടിട്ട് നിങ്ങള് വ്ലോഗ് കാണുന്ന ഏതെങ്കിലും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൊളാബ് അടിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ 3 ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. എന്റെ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ക്ലിനിക്കിലും വീഡിയോ എടുക്കാനായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. 3 പേരുടെ ചാനൽ. ഞാൻ എന്റെ തല അങ്ങനെ തന്നെ മുടിയടക്കം നിങ്ങളുടെ വയറിളക്കല്ല മുടിയടക്കം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് സമർപ്പിക്കുന്നു. അപ്പൊ 3 പേരുടെയും അക്കൗണ്ടിൽ ഇടാം. എന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് തരാണെങ്കിൽ പുതിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഡിജിക്ക് പുതിയ ഐഫോൺ 16 Pro Max വാങ്ങിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ വീട്ടിൽ മൊത്തം 3 ഐഫോണുകളായി. ഞങ്ങൾ ആൻഡ്രോയിഡ് നിങ്ങൾക്ക് എതിരാ. ഗൈസ്, വേറൊരു അപ്ഡേറ്റും കൂടി ഉണ്ട്. ഏതു നടന്നു തുടങ്ങിയിട്ടില്ല, അവള് ഓടി തുടങ്ങി. ഞാനറിയാണ്ട് എന്തോ നിന്നെ പറ്റി എന്തോ പറഞ്ഞു. തൃക്കേട്ടമ്മായി ഞങ്ങളങ്ങനെ പള്ളിയിൽ പോവാൻ പോവാണ്. കാലത്ത് പോവാൻ പറ്റിയില്ല. ഇപ്പതേ ചെട്ടിക്കാട് പള്ളിയിലേക്ക് പോവാൻ പോണം. ഓക്കെ, മുനിച്ചേട്ടാ എന്താണ് പുതിയ സ്റ്റൈലിലൊക്കെ നിപ്പുണ്ടല്ലോ. പുതിയ ടൈപ്പ് കുർത്ത സംഭവങ്ങളൊക്കെ ആയിട്ട്. പൂച്ചയുടെ അടുത്ത് തന്നെ നിപ്പുണ്ടല്ലോ. പൂച്ച ഗർഭിണിയാണ്. നീയാണ് ഉത്തരവാദി. ഇവിടെ ഡിജി ഡിബറ്റ് ഉണ്ട്. ഡിജി ഡിബറ്റ്, ഹലോ. 2 മരുമക്കളും ഒരേ കളർ ചുരിദാറാണ്. ഏതൊരു എന്തല്ലോ വിശേഷം? തലയിൽ തൊപ്പിയൊക്കെ ഉണ്ടല്ലോ. അല്ല, ഇതൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞേ. ഡിജി ഡിബറ്റ് എങ്ങനെയുണ്ട് പുതിയ ഐഫോൺ എടുത്ത ശേഷം ജീവിതം?
ഇങ്ങനെ നിക്ക രണ്ട് ഫോണും പിടിച്ച്. താറുമാറായി അത് കയറണില്ല ഇത് കയറണില്ല ഇത് കയറ്റണം അത് കയറ്റണം അതിന്റെ ടെൻഷൻ ഇങ്ങനെ ലോഡായിട്ട് ഇരിക്കുകയാണ് തലയിൽ എന്നാണ് എന്റെ വിശ്വാസം. പ്രശ്നമില്ല, നമുക്കറിയാത്തോണ്ടാണ് ഇവിടെ കുറച്ച് പേരെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമുക്ക് പറഞ്ഞൂടാ. അതില് സാധനങ്ങൾ കയറ്റുന്ന ആളുകളുടെ കുഴപ്പമാണ് അത്. എന്നോടൊരു വാക്ക് ചോദിച്ചു, ഞാൻ റെഡിയാക്കി തരില്ല. ഞാൻ ചോദിച്ചിരിക്കണം റെഡിയാക്കി എങ്ങനെയുണ്ട് ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് മാറിയ ശേഷം? ഞാനൊന്നും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലല്ലോ, എല്ലാം യൂസ് ചെയ്ത് കഴിയുമ്പോ പറയാം. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണത്? പള്ളി പോണു. എന്താ പള്ളിയമ്മ? ചെട്ടിക്കാട് പള്ളി. ഞങ്ങൾ പള്ളി ഞങ്ങൾ പള്ളിയിലെ പരിപാടിയില്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങള് മുനമ്പം വരെ പോയി വരാൻ പോകും. ഇതെന്താ എക്കോ രണ്ടുപേരും ഒരുമിച്ച് പറയണ്ടല്ലോ. ഒറ്റ ഡയലോഗ് കൊടുത്തിട്ടുള്ളൂ പഠിക്കാനായിട്ട്. ഒന്നുമില്ല, നമ്മള് പള്ളി വന്നു, പ്രാർത്ഥിച്ചു. ഇവളുടെ കുറച്ച് നടത്തി പരിപാടികളും ഓട്ടപരിപാടികളും ഉണ്ടായിരുന്നു. ഞാനും ഡിജിയും അതിൽ പങ്ക് നിർവഹിച്ച് തിരി കത്തിച്ചു, കുർബാനക്ക് പൈസ കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുനമ്പത്തിക്കും. എടാ നിന്നെ കടലിലിറക്കാൻ പോവാന്ന് ഗൈസ്. അപ്പൊ നമ്മുടെ പള്ളിയിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ മുനമ്പത്തേക്ക് പോവുകയാണ്. ചെറായി അടുത്തുള്ള മുനമ്പം ബീച്ചിലെ കായിക കലാപരിപാടികളാണ് നിങ്ങൾ ഇനി കാണുവാൻ വേണ്ടി പോകുന്നത്. ഇപ്പോ മനോഹരമായ കടൽ തീരവും കടൽക്കാറ്റും കപ്പലണ്ടിയും കഴിച്ച് നമ്മളുടെ സായാഹ്നം നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ തൊട്ടടുത്താലേ മുനമ്പം ബീച്ചല്ലത്. മുനമ്പം ബീച്ചിന്റെ അവിടെ എത്തി. ഡിജി മീന്റെ മണം അയില വറുത്തതാന്ന് പറയാ. ആരോടാ ഏത് മീൻ വറുത്തമാണ് കണ്ട മുല്ലപ്പൂമുടി ഏറ്റെടുക്കും കല്ലിൽ സമരം. മുന്നു കല്ലാന്ന് വണ്ടി കൊറേ ഉണ്ടല്ലോ തവണ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു നടക്കും വണ്ടി. അങ്ങനെ കയറി പോകും വണ്ടി. ആ മരങ്ങളില്ലേ അവിടെ നടക്കും. പോവാൻ പറ്റുമല്ലോ അല്ലെ? പിന്നെ ധൈര്യമായിട്ട് പോരി. ഞങ്ങളുടെ വീട് കൂടെ തന്നെ. ഇപ്പൊ പിള്ളേരൊക്കെ നമ്മുടെ പിള്ളേരാണ് കളിക്കുന്നത്. അങ്ങോട്ട് ബീച്ച് കാണണ്ട. ബീച്ച് കാണാൻ ഇങ്ങോട്ട് പോണത് അത് ബീച്ചാ. എടാ അത് ബീച്ചാടാ. ബീച്ച് കണ്ടിട്ട് പോരാന്ന്. ഇവിടെ എനിക്ക് ബീച്ച് കാണാം. ഇപ്പൊ കടലിലെ മീനൊന്നും തിന്നാൻ പാടില്ല. അവിടെ ബീച്ച് കണ്ടിട്ട് പാടാ. ഗൈസ്, അപ്പൊ നമ്മൾ മുനമ്പം ബീച്ചിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. മുന്നുചേട്ടൻ നമുക്ക് എല്ലാവർക്കും ഫിഷ് ഫ്രൈ വിത്ത് ഫിംഗർ ചിപ്സ് വാങ്ങിത്തരാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഗൈസ്. അത് നിനക്ക് എപ്പോഴും സ്ഥിരം ഉള്ളതാടാ. ഞാൻ കട്ട്ലേറ്റ് പറയാൻ പോണു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? ഞങ്ങൾക്ക് വേണ്ട. എന്നിട്ടോ കട്ട്ലേറ്റ് വാങ്ങിക്കും. ഞങ്ങളെല്ലാരും കൂടെ തിന്നും. നിങ്ങൾ അയില പറഞ്ഞു കക്ക. നമ്മള് കക്ക പറഞ്ഞു, മീൻ പറഞ്ഞു. ഇത് പിലോപ്പിയ, പിന്നെ കപ്പ. നമ്മുടെ പിലോപ്പി ഉണ്ട്, കക്കയുണ്ട്, കപ്പയുണ്ട്. മുന്നുചേട്ടൻ്റെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അല്ല നമ്മള് ബീച്ച് കാണാൻ വന്നതല്ലേ, ഇവിടെ തീറ്റ മാത്രം നടക്കണല്ലോ. മീൻ ഉടുപ്പൂരി വേറെ മീനാണോ? ഉടുപ്പൂരിയാ. അത് വേറെയാ. ബീച്ച് കാണാൻ വന്നതാണ്. ആക്ച്വലി ബീച്ച് വരെ കണ്ടിട്ടില്ല. നമ്മള് സൈഡിലിരുന്ന് മീൻ തിന്നോണ്ടിരിക്കുന്നു. അടിപൊളി സാധനം, സൂപ്പർ. കക്കയിറച്ചി അടിപൊളിയായിട്ടുണ്ട്. നിങ്ങക്ക് ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ പാടോ? ഷുഗർ അല്ലേ നിങ്ങക്ക്? ഇല്ലാത്ത രോഗം മാത്രം പറയല്ലേ, ബാക്കി എന്തും സഹിക്കാം. ബാക്കി എല്ലാം ഉണ്ടല്ലോ. ബീച്ചിന്റെ ഏരിയയും മറ്റേ കഴിക്കുന്ന ഏരിയയും ഭയങ്കര ഡിഫറെന്റ് ഏരിയ കേട്ടോ. ഭയങ്കര ഡിഫറെന്റ് തന്നെ. കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന്റെ ഏരിയ. ഇവിടെ അങ്ങനെ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഐസ്ക്രീം വേണമെങ്കിൽ കയറ്റാൻ തോന്നുന്നു. മീനായിട്ട് വരാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഐസ്ക്രീം അമ്മ പറഞ്ഞ കയറ്റി. അങ്ങനെയല്ല, ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല. ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല, അറിയില്ല. കടൽ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കാത്തത് ആൾക്കാരെ. കുഴപ്പമുണ്ടോന്ന് നമുക്ക് അറിയില്ല. കടൽ മത്സ്യങ്ങളിലെ ഏതാ പെടാന്ന് ചോദിച്ചതാ. ആ തിരവരെ കുഴപ്പമില്ല, കണ്ടാ അത് വെളുത്ത തന്നെ കറുത്ത മണ്ണ്. ഇങ്ങനെയൊന്നല്ല, ഇവിടെ നല്ല മണ്ണായിട്ട് നമ്മള് വരുമ്പോ ഉണ്ടാവാറ്. ഫുള്ള് നല്ല വൃത്തിയായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ അമ്മമാരും എല്ലാരും കൂടി വന്നപ്പോ. ഗൈസ്, അപ്പൊ നമ്മുടെ ബീച്ച് ആകെ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. അത് കാരണം നമ്മൾ ബീച്ചിൽ നിന്ന് പതുക്കെ ഇറങ്ങി നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക്. ഇങ്ങോട്ടാ ഇനി കോഫി ഷോപ്പ്. നമ്മളങ്ങനെ ബീച്ചിലൊക്കെ പോയി അവസാനം നമ്മൾ ചായ കുടിക്കാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്ക് ഫുഡ് അടി പരിപാടി മാത്രമാണ്. ഇതൊരു ഫുഡ് എക്സ്പ്ലോറിംഗ് വീഡിയോ ആണ്. നീ എന്താ പറഞ്ഞത്?
ഹേസൽനട്ട് കോഫി. വലിയ പുള്ളിയാ. കുമ്മപ്പൂട്ട കുടിക്കൂ. വേറെന്തൊക്കെയാണോടാ? ഇവിടെ 2 ഓർഡർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ റീടേക്ക് പോയിക്കൊണ്ടിരുന്നത് കമലഹാസന്റെ സിനിമയല്ല, അജയ് സ്റ്റീഫന്റെ വ്ളോഗാണ് റീടേക്ക് വരുന്നത്. അപ്പോ ഇവിടെ നടക്കാൻ പോകുന്ന കൺക്ലൂഷൻ പരിപാടിയാണ്. ഇതാക്കാണ് 4 പെണ്ണുങ്ങള് എന്താ പറയാ കൺക്ലൂഷൻ പറയാൻ റെഡി ആയിട്ട് നിക്കാണ്. ഇതാക്കാണ് വീണ്ടും പറഞ്ഞോ. ഗൈസ് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. എനിക്കിപ്പോ എന്താണോ ഞാൻ സംസാരിക്കുമ്പോ അനിൽ ജോസ് പെരേരന്റെ ഓർമ്മ തെറ്റാണ്. കൊറേ സാധനങ്ങൾ തിന്നു. ഇനി വൈകുന്നേരത്തേക്ക് ചോറിന്റെ ആവശ്യമില്ല. അപ്പൊ എന്താ ഇതിൽ ബാക്കി പറയാനുള്ളത് ഇനി? ഇതില് പഞ്ഞ് ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ബൈ ബൈ. ഗൈസ് നമ്മള് തംബ്നെയിൽ എടുക്കാൻ പോവാണ്. ഈ പ്രാവശ്യം വെറൈറ്റി തംബ്നെയിലാണ്. ഒന്ന് കാണിച്ചു കൊടുക്കൂ. മത്സ്യകന്യക കിടക്കാണ്. ഒരു കുട്ടി കണ്ടന്റ് വെറൈറ്റി വേണമല്ലേ. എപ്പോഴും അല്ലേ 4 പേര് നേരെ നിക്കുന്നേ. അതുകൊണ്ട് ഇത്തവണ ഒരാൾ കിടക്കാൻ, അടുത്ത പ്രാവശ്യം ഇതിലും ഞാൻ കിടക്കാൻ അല്ലാണ്ട് ക്ഷീണം കൊണ്ടല്ല. 1 2 3 ആക്ഷൻ.